രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയവഴിയിൽ നീ അഭയമരുളൂ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. പിടഞ്ഞ വേളയിൽ നാദൻ ചൊരിഞ്ഞ ചോരയിൽ, ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാദൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകി. ബലിദാനമായിതാ തിരുജീവനേകി. കേടുന്നു ഏകാകിയ നാദാനി കനിയില്ലയോ. കണ്ണീരും തൂകുന്നിതാ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ. നീരും മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ. ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ. ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ. പാടുന്നു ഏകാകിയ നാദാനി കേൾക്കില്ലയോ. കാരുണ്യം ചൊരികില്ലയോ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയവഴിയിൽ നീ
അഭയമരുളും രക്ഷക, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയ ശ്രോതാക്കളെ, നമുക്കെല്ലാവർക്കും ഈ ഉയർപ്പ് പെരുന്നാളിൽ സംബന്ധിക്കുവാൻ തക്കോണം ലഭിച്ച വലിയ കൃപയ്ക്കായി ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. 50 ദിവസത്തിൻ്റെ നോമ്പും പ്രാർത്ഥനയും ഉപവാസത്തിലൂടെയെല്ലാം നാം യാത്ര ചെയ്ത് ക്രിസ്തുവിനോടൊപ്പം ക്രൂശിതരായി അവനോടൊപ്പം ഒരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കോണം ഒരു വലിയ അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഉയർപ്പ് പെരുന്നാളിനെക്കുറിച്ച് പറയുന്നത് ഇത് പെരുന്നാളുകളുടെ പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ഫീസ്, അല്ലെങ്കിൽ ദ ക്വീൻ ഓഫ് ഓൾ ഫീസ്, പെരുന്നാളുകളുടെ രാജ്ഞി എന്നാണ് ഈ പെരുന്നാളിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ഉയർപ്പ് പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത് തന്നെ ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എങ്കിലോ അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം, ഒരു വലിയ വാഗ്ദാനം. ഇൻഫാക്ട് ദാറ്റ് ഈസ് ദ എസെൻസ് ഓഫ് ദിസ് ഫീസ്റ്റ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവൻ സത്യമായും സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് നാം നടത്തുന്ന ആ പ്രഖ്യാപനം, അത് തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ. അതുകൊണ്ട് തന്നെയാണ് ഈ പെരുന്നാളിന് ഇത്രയും വലിയ ഒരു സിഗ്നിഫിക്കൻസ്, അല്ലെ ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തു വാഗ്ദാനം ചെയ്ത ആ ദൈവീകമായ സമാധാനം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇന്ന് ഈ സമാധാനത്തിന് വേണ്ടി നാം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ സമാധാനമില്ല, പ്രവർത്തന മണ്ഡലങ്ങളിൽ സമാധാനമില്ല, സമൂഹത്തിൽ സമാധാനമില്ല. ഏത് മേഖലയിൽ ചെന്നാലും സമാധാനമില്ലായ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്തു വാഗ്ദാനം ചെയ്ത ആ ദൈവീകമായ സമാധാനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഈ സമാധാനം കൈവരിക്കുന്നത് എങ്ങനെ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇദംപ്രഥമമായി അതിന് വേണ്ടത് സഹജനിലെ നന്മയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. യേശുവമ്പുരാൻ നമ്മെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും നിൻ്റെ ശത്രുവിനെയും സ്നേഹിക്കുക എന്ന്. ഈ ഒരു പാഠം ശരിക്കും ഉൾക്കൊണ്ടാൽ ഇത് പറയുന്നത് എളുപ്പമാണ്. ഇറ്റ് ഈസ് ഈസിയർ ടു പ്രീച്ച് ദാൻ ടു പ്രാക്ടീസ് എന്ന് പറയുന്നത് പോലെ ഇത് പറയുവാൻ എളുപ്പമാണ്. പക്ഷേ അത് കേൾക്കുമ്പോഴും ഒരു പക്ഷേ നമുക്ക് എളുപ്പമായിട്ട് തോന്നും. അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയേറെ ബുദ്ധിമുട്ടാണ്. അത് പ്രാക്ടീസ് ചെയ്യുവാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹജനിലെ നന്മയെ തിരിച്ചറിയുക എന്നുള്ളത്. എല്ലാ വ്യക്തികളിലും ഓരോ നന്മയുണ്ട്. നന്മയുടെ ഒരു ചെറിയ അംശമെങ്കിലും എല്ലാവരിലും ഉണ്ട്. ആ നന്മയെ തിരിച്ചറിയുവാൻ തക്കോണം നമ്മെക്കൊണ്ട് സാധിക്കണം. യേശു തമ്പുരാൻ പലപ്പോഴും പലതരത്തിലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, പലരെയും സൗഖ്യപ്പെടുത്തി. ആ സൗഖ്യപ്പെടുത്തിയപ്പോഴൊക്കെ അവനിലെ ആ നന്മയെ തിരിച്ചറിയുവാനും ആ മാഹാത്മ്യത്തെ തിരിച്ചറിയുവാൻ തക്കോണം അന്നവിടെ കൂടിയിരുന്ന പലർക്കും സാധിച്ചില്ല.
ഇത് തന്നെയാണ് നമ്മിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ, നാം വിറ്റ്നസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇത് തന്നെയാണ്. എൻ്റെ സഹോദരനിലെ നന്മയെ തിരിച്ചറിയുവാനോ അല്ലെ കണ്ടെത്തുവാൻ തക്കോണം പലപ്പോഴും എന്നെക്കൊണ്ട് സാധിക്കാതെ പോകുന്നു. അവൻ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റാണെങ്കിൽ പോലും അത് വലിയ വിധത്തിൽ മാഗ്നിഫൈ ചെയ്യാനും അതിനെ ഒരു വലിയ വിധത്തിൽ നാം കാണുവാനും അതിനെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു പ്രവണത നമ്മിൽ നിന്നും മാറേണ്ടതുണ്ട്. So when you look into the good things of others, when you look into the good things of our brethren, ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും. അവിടെ ഒരു ദൈവികമായ സമാധാനത്തിൻ്റെ ഒരു തുടക്കം അവിടെ നിന്നും ഉണ്ടാകും. ഈ ഒരു ദൈവികമായ സമാധാനം അവിടെ തുടക്കം കുറിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം പ്രവേശിക്കുന്ന എല്ലാ മേഖലകളിലും അത് പരിലസിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ദൈവികമായ സമാധാനം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മിലുള്ള അഹംഭാവം പതുക്കെ 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 കുറഞ്ഞു പോകും. പിന്നെ ഞാൻ എന്ന ഭാവമേ അവിടെയില്ല. എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തിന് അനുസൃതമായിട്ട്, ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ പഠിപ്പിക്കലുകൾക്ക് അനുസൃതമായി ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ വ്യത്യാസം നമുക്ക് കാണാം. അങ്ങനെ ഓരോ വ്യക്തിയും ഈ തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ സമാധാനം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രിയ ശ്രോതാക്കളെ ഏവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സർവോപരി പ്രത്യാശയുടെയും ഈസ്റ്റർ ആശംസകൾ ഏവർക്കും നേരുന്നു. ഉദ്ധിതനായ ക്രിസ്തു വാഗ്ദാനം ചെയ്ത ആ സമാധാനം നമ്മിൽ എപ്പോഴും പരിലസിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം തമ്പുരാൻ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.